ഇറാൻ്റെ ഈ ചുറ്റുമുണ്ടായിരുന്ന പ്രോക്സികൾ ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു. അത് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു. IAEA ഇൻസ്പെക്ഷൻ അനുവദിക്കുന്നില്ല. ഈ വെപ്പൺ ഇറാന് എന്തിനാണ്? ഇതാണ് ഇസ്രായേലിൻ്റെ ചോദ്യം. ആ വെപ്പൺ എന്തിനാണ്? ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കാൻ വെപ്പൺ ആവശ്യമില്ല. ഒരുപക്ഷെ ഡിറ്ററൻറ്റ്. ഇന്ത്യക്കൊരു പോളിസി ഉണ്ട്, നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻറ്റ്. ഇത് ഏതെങ്കിലും കാരണവശാൽ വെപ്പണൈസേഷനിലേക്ക് നീങ്ങിയാൽ 10-20 ആണവ ബോംബുകൾ ഇറാൻ്റെ കൈവശം ഉണ്ടാകും. ഇസ്രായേൽ ഇപ്പോൾ 100-ലധികം ആണവ ബോംബുകൾ ഉണ്ടായെന്ന് ഓർക്കണം. ഇസ്രായേലിൻ്റെ പൊടി പോലും കാണില്ല. കാരണം ഒരു സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു സ്ട്രൈക്ക് നടത്താനുള്ള കേപ്പബിലിറ്റി ആ രാജ്യത്തിനുണ്ടാവില്ല. അമേരിക്കയുടെ മധ്യസ്ഥത അമേരിക്കയ്ക്ക് ഓഫർ ചെയ്യാമെന്നല്ലാതെ ഇറാൻ ഒരു കാലത്തും അത് അംഗീകരിക്കും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൈനിക നടപടികൾ ഒന്നുകൂടി രൂക്ഷമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മേഖലയിൽ. എല്ലാവരും വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത് ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നാണ് ഏവരും പറയുന്നത്. നമുക്ക് പരിശോധിക്കാം, ഈ സംഘർഷം ഇനിയും മൂർച്ഛിക്കാനാണോ സാധ്യത, അതോ അയവ് വരാനുള്ള പ്രതീക്ഷയ്ക്കുള്ള വക എന്തെങ്കിലും ഉണ്ടോ എന്ന്. നമ്മോടൊപ്പം ചേർന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ സ്ട്രൈക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രിസൈസായിട്ടാണ് 2 ഇറാനിയൻ ആർമി ജനറൽസ് കൊല്ലപ്പെട്ടു എന്നും കേൾക്കുന്നുണ്ട്. ഇറാനും തിരിച്ചടിക്കുന്നുണ്ട് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട്. 2 പക്ഷത്തും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് പറയുമ്പോൾ സ്ഥിതിഗതികൾ എത്രത്തോളം ആശങ്കാജനകമാണ്? സ്ഥിതിഗതികൾ വളരെ ആശങ്കാജനകം തന്നെയാണ്. ഇവിടെ ഇതിനകത്തൊരു വേ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ നിന്നും പിന്മാറുകയോ ഭാഗികമായി നിർത്തിവെക്കുകയോ ചെയ്താലല്ലാതെ ഇസ്രായേലിൻ്റെ ഒബ്ജക്റ്റീവ്സ് അവിടെ പൂർണ്ണമാകുന്നില്ല. അതാണ് ഒരു വശം. മറുവശത്ത് ഇസ്രായേലിനെ ആരാണ് തടയാനുണ്ടാവുക? അത് ചെയ്യേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ മൗന അനുവാദത്തോടു കൂടി നടത്തപ്പെട്ടു എന്നാണ് ഇപ്പോൾ വളരെ വൈകി കരുതുന്നത്. ഈ ആക്രമണം അമേരിക്കയുടെ അനുഗ്രഹാശിസ്സുകളില്ലാതെ ഇസ്രായേൽ തുടങ്ങില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള നിഗമനം. ആ രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ വരുന്നത്. ഇസ്രായേൽ അത് ചെയ്തത് അവരുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുമ്പോഴും ഇസ്രായേലിന് ആർട്ടിക്കിൾ 51, അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് ഇസ്രായേലിനും അവകാശമുണ്ട്. ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭംഗം വന്നാൽ ഇറാനും അവകാശമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ റൗണ്ട് ഓഫ് ആക്രമണം തുടങ്ങി വെച്ചത് ഇറാനല്ല, ഇസ്രായേലാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന് വേണമെങ്കിൽ ആർട്ടിക്കിൾ 51 ഓഫ് ദ UN ചാർട്ടർ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഹാസ് ബീൻ എ വിപ്പിംഗ് ബോയ്. ആ പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാനും മുൻകാലങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇറാൻ അതിൻ്റെ ആക്രമണത്തെ തേർഡ് വേവ് എന്നാണ് പറയുക. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്, യഥാർത്ഥ പ്രോമിസ്. അതായത് ആർക്കാണ് ഈ പ്രോമിസ് കൊടുക്കുന്നത്? അത് ഇറാൻ ജനതയ്ക്കാണ്. ഇനി ഒരു ജൂതരാഷ്ട്രത്തിൽ നിന്നും ആക്രമണം ഉണ്ടാവില്ല, അതിനുവേണ്ടിയുള്ള അടി ഞങ്ങൾ കൊടുക്കുന്നു, അതാണ് പ്രോമിസ്. അല്ല എങ്കിൽ ഇസ്ലാമിക ലോകത്തിന് മൊത്തമായി ഒരു ലാർജർ വ്യാഖ്യാനമാണ്, മൊത്തമായി കൊടുക്കുന്ന പ്രോമിസാണ് ജൂതരാഷ്ട്രത്തിൻ്റെ കടന്നുകയറ്റങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല. അതേസമയം ഇസ്രായേൽ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് റൈസിംഗ് ലയൺ, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. സോ ദേ കോൾ ദംസെൽസ് ലയൺസ്, ഇറ്റ് റൈസസ്. അപ്പോൾ അതായത് ഇസ്രായേൽ ഇപ്പോൾ മൊത്തത്തിൽ ഒരു യുദ്ധഭീഷണിയിലാണ് എന്ന് പറയുമ്പോഴും ഇറാൻ്റെ ഈ ചുറ്റുമുണ്ടായിരുന്ന പ്രോക്സികൾ ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു. അത് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു രാഷ്ട്രം തന്നെ ഭരണകൂടം മാറി. സിറിയ എന്ന രാജ്യത്തിൽ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം മാറിയിരിക്കുന്നു. അപ്പോൾ ഇറാനോടൊപ്പം എക്കാലത്തും
നിന്ന രാജ്യമാണ് സിറിയ എന്ന് ഓർക്കണം. സിറിയ. അപ്പോൾ അവിടെ ഭരണകൂടം മാറിയിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനോട് ഒരു നിരപ്പിൽ പോകുന്ന ഒരു ഭരണകൂടമാണ്. അതുപോലെ ഇറാൻ്റെ പ്രോക്സികൾ ഹൂതികൾ യമനിൽ വലിയ രീതിയിലുള്ള ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള ആക്രമണം നേരിടുന്നു. 2, ഹമാസിൻ്റെ പ്രഹരശേഷി ഏതാണ്ട് വളരെ വലിയ രീതിയിൽ തകർന്നിരിക്കുന്നു. ഹമാസിൻ്റെ ഉന്നത നേതൃത്വം എലിമിനേറ്റഡ് ആയിരിക്കുന്നു. ഇനി ഹിസ്ബുള്ളയാണ് എങ്കിൽ ഹിസ്ബുള്ളയുടെ ടോപ്പ് ലീഡർഷിപ്പ് പോയിരിക്കുന്നു. ഹിസ്ബുള്ളയുമായി ഭാഗികമായിട്ടെങ്കിലും ഒരു താൽക്കാലിക വെടിനിർത്തലാണ് ലെബനനിലെ ഹിസ്ബുള്ളയുമായി. പിന്നെ ഇറാനിലെയും അല്ലെങ്കിൽ ഇറാഖിലെയും സിറിയയിലെയും മിലിഷ്യകൾക്ക്, ഇറാൻ അനുകൂല മിലിഷ്യകൾക്ക് തലപൊക്കാനാവുന്നില്ല. ആ ഒരു സാഹചര്യം ഇസ്രായേൽ അനുകൂലമായി കണ്ടു. ഏറ്റവും ദുർബലമായ ഒരു ഇറാനിയൻ കോയലീഷനാണ് ഇപ്പോഴുള്ളത്. അല്ലെങ്കിൽ കോയലീഷൻ ഇല്ല, ഇറാൻ ഒറ്റക്കാണ് എന്ന് കരുതാം. പിന്നെ ഉള്ളത് ചൈനയും റഷ്യയുമാണ്. അവർക്ക് അവരുടേതായ കമ്പൽഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ തങ്ങളുടെ സുരക്ഷാ പാരഡൈം ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യുകയാണ്. നൗ ഓർ നെവർ. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ചീഫ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള, ഈ റൗണ്ട് ഓഫ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, IAEA റെഗുലേഷൻ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ ഇറാൻ പാലിക്കുന്നില്ല. അതിനർത്ഥം എന്താ? ഇറാൻ ഈസ് എ സിഗ്നറ്ററി ടു ദി NPT, നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി. അത് ആണവ നിർവ്യാപന കരാറാണ്. ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. കാരണം ഇന്ത്യയുടെ നയം അതാണ്. ഇന്ത്യ ആറ്റം വേണമെന്ന നിലപാട് ഉള്ള രാജ്യമാണ്. ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ പല രാജ്യങ്ങളും സൈൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇറാൻ സൈൻ ചെയ്ത രാജ്യമാണ്. പക്ഷേ ഇറാൻ ആ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല. അതിനർത്ഥം ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു. IAEA ഇൻസ്പെക്ഷൻ അനുവദിക്കുന്നില്ല. പുതിയ സെൻട്രിഫ്യൂഗുകൾ ഇറാൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അബദ്ധ പ്രസ്താവന, ഇതാണ് ജിങ്കോയിസം എന്ന് പറയുന്നത്. ഒരാഴ്ച മുമ്പ് നടന്നതാണ്. ഞങ്ങൾ പുതിയ ആണവ റിയാക്ടറുകളിൽ പുതിയ സെൻട്രിഫ്യൂജുകൾ വിന്യസിക്കാൻ പോവുകയാണ്. മുൻപ് ഇസ്രായേൽ പല ആവർത്തി ഈ സെൻട്രിഫ്യൂജുകൾ സാബോട്ടാഷിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ തകരാറുകൾ വരുത്തി, അത് മൊസാദിൻ്റെ പ്രവർത്തനമാണ്, ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും 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 ഇസ്രായേൽ ആ സെൻട്രിഫ്യൂജുകൾ, അത്യന്താധുനിക സാങ്കേതിക വിദ്യയുള്ള സെൻട്രിഫ്യൂജുകളാണ്, അത് സമ്പുഷ്ടീകരണത്തിന് ആവശ്യമാണ്. ഇപ്പം അമേരിക്കയുമായി മുൻപുണ്ടായിരുന്ന കരാറിൽ ആണവ സമ്പുഷ്ടീകരണ തോത് 3.7% പരിമിതപ്പെടുത്തണം. അത്രയും മതിയാകും ആണവ ഊർജം വൈദ്യുതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ. അത് മതിയാകും. 5% താഴെ മതിയാകും. 2.5 മുതൽ 5% വരെ മതിയാകും. അപ്പോൾ എന്തിനാണ് അത്രയധികം സമ്പുഷ്ടീകരണം? ഇപ്പോൾ 60%, IAEA എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് 60% സമ്പുഷ്ടീകരണമാണ് ഇപ്പോൾ ഇറാൻ്റെ കപ്പാസിറ്റി. 60-ൽ നിന്നും 90% ഒട്ടും സമയമെടുക്കില്ല എന്ന് തന്നെയാണ് നിരീക്ഷകരുടെ പക്ഷം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക അനുമാനം. അതാണ് 90% മീൻസ് വെപ്പൺ ഗ്രേഡ്. ഈ വെപ്പൺ ഇറാന് എന്തിനാണ്? ഇതാണ് ഇസ്രായേലിൻ്റെ ചോദ്യം. ആ വെപ്പൺ എന്തിനാണ്? ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കാൻ വെപ്പൺ ആവശ്യമില്ല. ഒരുപക്ഷെ ഡിറ്ററൻറ്റ്. ഇന്ത്യക്കൊരു പോളിസി ഉണ്ട്, നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. അത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാതിരിക്കുന്നതിന്, ചൈന ഇന്ത്യയെ ആക്രമിക്കാതെ ഇരിക്കുന്നതിന് ഡിറ്ററൻറ്റ് പ്രതിരോധം എന്ന നിലയിൽ ആണവായുധങ്ങൾ വേണം. പക്ഷേ ഇറാൻ അങ്ങനെ ഒരു പോളിസി ഇല്ല. അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അഗ്രഷന് വേണ്ടിയാണ് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ മാറ്റണം, തുടച്ചു മാറ്റണം. അവിടെ ഇസ്രായേൽ മേ നോട്ട് ഹാവ് ദ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി. ഇതാണ് മിലിറ്ററി പാരഡൈം. എന്താണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് ചോദിച്ചാൽ, മറ്റൊരു രാജ്യത്തെ, ആണവം അല്ലാത്തയോ രാജ്യത്തെ ആക്രമിക്കുന്നു. ഓൾ ഔട്ട് അറ്റാക്കാണ്. ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ്. കേവലം 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇസ്രായേലിൻ്റെ. അത്രയും മാത്രമാണ് ഇസ്രായേലിൻ്റെ ഈ 20,000 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ അത്രയും മാത്രമാണ് ഇസ്രായേലിൻ്റെ വിസ്തൃതി. ജനസംഖ്യ ഏതാണ്ട് 1 കോടിയിൽ താഴെയാണ്. അതിൽ ജൂത ജനസംഖ്യ ഒരു 70 ലക്ഷത്തോളം വരും. ബാക്കി അറബ് ജനസംഖ്യ, പലസ്തീനിയൻ ജനസംഖ്യയാണ്. അപ്പോൾ അത്രയും ചെറിയ ജനസംഖ്യയും ചെറിയ ഒരു ഭൂപ്രദേശം. കേരളത്തിൻ്റെയൊക്കെ കേരളത്തിൽ 48,000 ഇതതിന് പകുതിയിലും താഴെയാണ് ഇസ്രായേലിൻ്റെ ഭൂമി. അത്രയും ചെറിയ ഭൂമിയിൽ ഇറാനിൽ നിന്നും ഏതാനും ആണവ ആയുധങ്ങൾ, ഇറാന് 15ഓളം ബോംബുകൾ
നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള യുറേനിയം ഉണ്ട്. ഒരു ആറ്റം ബോംബ് ഒരു ആകെയുള്ള കണക്കിൽ റഫ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 25 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ ഒരു ആണവ ബോംബ് ഉണ്ടാക്കാം എന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ഒരു 400ഓളം കിലോഗ്രാം കൈവശമുണ്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം. അതിൻ്റെ ഗ്രേഡിനെ കുറിച്ച് ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. 90% ആണോ അതോ അതിൽ താഴെയാണോ, സബ് 90 എന്ന് പറഞ്ഞാൽ ആണവായുധങ്ങൾക്ക് പറ്റില്ലായിരിക്കാം. ഇത് ഏതെങ്കിലും കാരണവശാൽ വെപ്പണൈസേഷനിലേക്ക് നീങ്ങിയാൽ 10-20 ആണവ ബോംബുകൾ ഇറാൻ്റെ കൈവശം ഉണ്ടാകും. ഇസ്രായേൽ ഇപ്പോൾ 100-ലധികം ആണവ ബോംബുകൾ ഉണ്ടായെന്ന് ഓർക്കണം. അത് ഹിരോഷിമ ടൈപ്പ് ബോംബുകളല്ല, അതിനേക്കാൾ ആധുനികമായ ബോംബുകളാണ്. ആ ഡിവൈസസ് ഉപയോഗിക്കാനാണ് താല്പര്യമെങ്കിൽ ഇസ്രായേലിൻ്റെ പൊടി പോലും കാണില്ല. കാരണം ഒരു സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു സ്ട്രൈക്ക് നടത്താനുള്ള കേപ്പബിലിറ്റി ആ രാജ്യത്തിനുണ്ടാവില്ല ഒരുപക്ഷെ. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്, അതായത് ഒരു റൗണ്ട് തന്നു, അടുത്ത ആട്ടി തിരിച്ചടിച്ചു, മൂന്നാമത് വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചടിക്കാൻ ആ രാജ്യമുണ്ടാവില്ല. അപ്പം ഇത് ഇസ്രായേൽ മുൻകൂട്ടി ഒരു സുരക്ഷാ ത്രെട്ടായിട്ട് കണ്ടു. അപ്പോൾ ജൂതരാഷ്ട്രം നിലനിന്നേ പറ്റൂ. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ജനതയോടായി പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ നേരിടുന്നു. അദ്ദേഹത്തിനെതിരെ സ്വന്തം ജനത അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഗവൺമെൻറ് മാറണം അല്ലെങ്കിൽ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം, അപ്പോൾ ഒരു ഭരണമാറ്റം ആവശ്യമാണ്, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തുടരണമെങ്കിൽ, അഴിമതി ആരോപണം ഉൾപ്പെടെ നേരിടുന്നുണ്ട് നെതന്യാഹു എന്ന് ഓർക്കണം, തുടരണമെങ്കിൽ രാജ്യത്തിൻ്റെ ആകമാന ശ്രദ്ധ യുദ്ധത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭരണമാറ്റം ആരും ആവശ്യപ്പെടില്ലല്ലോ. ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇപ്പോൾ ചർച്ചകളിൽ നിന്നും പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ 5 റൗണ്ട് ചർച്ചകൾ കൺക്ലൂഡ് ചെയ്തിട്ടില്ല. 6ാം റൗണ്ടിൽ നിന്നും പിന്മാറേണ്ടി വരും. ഇസ്രായേലിനറിയാം, ഇപ്പോൾ ആക്രമണം നടന്നു കഴിഞ്ഞാൽ നാളെ നടക്കേണ്ട 6ാം റൗണ്ട് ചർച്ച, ഒമാൻ മധ്യസ്ഥതയിൽ നടത്തേണ്ട ആണവ ചർച്ച, അതിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. ഇറാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് അമേരിക്ക ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, അമേരിക്കയുടെ ഒത്താശയോടുകൂടി തന്നെയാണ്, ഇതൊരു ഒത്തുകളിയാണ്. ഒരു പ്രതീതി ജനിപ്പിച്ച് കണ്ണിൽ പൊടിയിട്ട് ഇറാൻ്റെ ജനതയുടെയും ലോകരാജ്യങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ട് ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, കരാർ ആഗ്രഹിക്കുന്നു, ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു, സാങ്ഷൻസ് പിൻവലിക്കാമെന്ന് പറയുന്നു. ഇതെല്ലാം പറയുക ഒരു വശത്ത് പറയുകയും മറുവശത്ത് ഇസ്രായേലിന് മൗനാനുവാദം കൊടുത്തുകൊണ്ട് ഒക്കുമെങ്കിൽ ഇറാനെ പരമാവധി ഫിനിഷ് ചെയ്യാനുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത്ര സജീവമായി രംഗത്ത് വരുന്നത്. മറുവശത്ത് ഇറാന് തിരിച്ചടിക്കാതിരിക്കാനാവില്ല. ഇറാൻ്റെ ക്രെഡിബിലിറ്റിയുടെ വിഷയമാണ്. ഇറാൻ വലിയ ശക്തി തന്നെയാണ്. ഇറാനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. സൈനിക ബലത്തിൽ ഇസ്രായേലിനേക്കാൾ ആളെണ്ണം കൂടുതലാണ്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ എണ്ണത്തിൻ്റെ 3-4 ഇരട്ടി കാലാൾപ്പടയുണ്ട്. കാലാൾപ്പടയല്ല യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അയൽ രാജ്യങ്ങളല്ല, ഇതിനിടയ്ക്ക് 2-3 വലിയ രാജ്യങ്ങളുണ്ട്. ജോർദനുണ്ട്, ഇറാഖുണ്ട്, സിറിയയുടെ ഒരു ഭാഗമുണ്ട്. ഇതെല്ലാം മധ്യത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് കരയുദ്ധം നടക്കില്ല. പിന്നെ വ്യോമ ആധിപത്യത്തിനാണ് ഇപ്പോൾ 2 കൂട്ടരും മത്സരിക്കുന്നത്. നിലവിൽ വ്യോമ ആധിപത്യം ഇസ്രായേലിനാണെന്ന് പറയാം. കാരണം ഈ വിമാനങ്ങളുടെ എണ്ണം ലേശം കൂടുതലുണ്ട്. എണ്ണത്തിൽ വലിയ കാര്യമില്ല. ഇറാനും വിമാനങ്ങളുണ്ട്, പക്ഷേ കപ്പാസിറ്റിയുള്ള, പ്രഹരശേഷിയുള്ള ആധുനിക വിമാനങ്ങളുടെ എണ്ണത്തിൽ ഇറാൻ വളരെ പിന്നോട്ടാണ്. കാരണം അവർക്ക് ഉപരോധങ്ങളുണ്ടായിരുന്നു, അത് കാരണം സ്പെയർ പാർട്ടുകൾ കിട്ടാനില്ല. അതെ, ഷായുടെ കാലത്ത് 79 മുമ്പ് ഇറാൻ ഷായുടെ കാലത്ത് നൽകിയ വിമാനങ്ങളാണ് ഇപ്പോഴും പറത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട വിമാനാപകടം, ഹെലികോപ്റ്റർ അപകടം, എന്നത്തെ ജാംബവാന്റെ കാലത്തെ ഹെലികോപ്റ്റർ ആയിരുന്നത്. ഒക്കെ വേണ്ട അറ്റകുറ്റപ്പണികൾ ഇല്ലാതിരിക്കുന്നു. ഇസ്രായേൽ സാബോട്ടാഷ് ആണെന്ന് ചിലർ ആരോപിക്കുമ്പോഴും വിമാനത്തിൻ്റെ കാലപ്പഴക്കവും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഇറാൻ ബാറ്റിൽ വർത്തിയാണോ? പക്ഷേ ഇറാൻ്റെ ഈ ആണവ നിലയങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഡെലിവറി മെക്കാനിസം ഉണ്ടോ? ഇപ്പോൾ വിമാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നോക്കൂ, 200 വിമാനങ്ങളാണ് ഇസ്രായേൽ പറത്തിക്കൊണ്ടുവന്നത്. ഇറാൻ്റെ വ്യോമ മേഖലയിൽ 200 വിമാനങ്ങൾ കടന്നു വരുന്നു. 1000ഓളം ഏരിയകളിൽ ചെറുതും വലുതുമായ ബോംബിംഗ് നടക്കുന്നു. 100ഓളം സെൻറ്റേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയധികം പ്രഹരം വിമാനങ്ങളിൽ നടത്താൻ കഴിയുമ്പോൾ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്ന വിമാനങ്ങൾ ഉപയോഗിച്ചല്ല. ഇറാൻ്റെ ഒരൊറ്റ വിമാനവും ഇസ്രായേലിനെതിരെ പോയിട്ടില്ല എന്ന് നോക്കണം. ഒരുപക്ഷെ അത് വെടിവെച്ച് വീഴ്ത്തപ്പെടുമെന്ന ഒരു പേടി ഉണ്ടാവാം. അതുകൊണ്ട് മിസൈലുകളാണ്, ഈ ഷാഹിദ് മിസൈലുകളും മറ്റു തരത്തിലുള്ള മിസൈലുകളും, ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളും ചൈനീസ് നിർമ്മിതിയോട് എല്ലാം ഉണ്ട്. അപ്പോൾ മിസൈൽ കൊണ്ടുള്ള പോരാട്ടത്തിൽ പൂർണ്ണമായ വിജയം നേടാൻ
ആവില്ല. ഒരിക്കലും വിജയം നേടാനാവില്ല. വിജയവും പരാജയവും ഇറാൻ ഇസ്രയേലിനെയോ ഇസ്രയേലിന് ഇറാനെയോ മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ആവില്ല. ഒരുപക്ഷെ ഇറാൻ്റെ നേതൃത്വത്തെ പ്രിസിഷൻ സ്ട്രൈക്കിലൂടെ കൊല്ലാനാവും. പക്ഷെ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുന്നതിന് കൃത്യമായ ഇൻപുട്ട് ആവശ്യമാണ്. എവിടെയാണ് IRGCയുടെ ചീഫ്, അതുപോലെ സൈനിക മേധാവി, അതുപോലെ ആണവ ശാസ്ത്രജ്ഞന്മാർ, ഇവരുടെ ഒരു വലിയ നിരയാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ. നോക്കൂ, 6ഓളം ആണവ ശാസ്ത്രജ്ഞന്മാർ, മുൻകാലങ്ങളിൽ ഫക്കിസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ ഖാസിം സുലൈമാനി ഉൾപ്പെടെയുള്ള IRGCയുടെ വലിയ നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇതാ IRGCയുടെ ചീഫും സൈനിക മേധാവിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം ഇറാൻ്റെ ഉള്ളിൽ ഇസ്രയേൽ വലിയ രീതിയിലുള്ള മോളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ മോൾസ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഴ്സ്. ചാരപ്രവർത്തനമാണ്, എസ്പിയോണാജ് ചാരപ്രവർത്തനമാണ്. കൃത്യമായ ചാരപ്രവർത്തനത്തിലൂടെ മൊസാദിന് വിവരങ്ങൾ കിട്ടുകയും അവരുടെ വാസസ്ഥലങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്രിസിഷൻ ബോംബ് ചെയ്തതുകൊണ്ടാണ് മിക്കവാറും അവരുടെ ഭവനങ്ങളിലേക്കാണ് മിസൈലുകൾ പാഞ്ഞത് എന്ന് കൂട്ടണം. അല്ലാതെ ഇത് റാൻഡം ബോംബിംഗ് അല്ല. ഇറാൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരിക്കുന്നത് റാൻഡം അറ്റാക്കാണ്. സിറ്റികളെ നോക്കിയുള്ള റാൻഡം അറ്റാക്കും ഇറാൻ്റെ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള റാൻഡം അറ്റാക്കുമാണ്. പക്ഷേ അങ്ങനെയല്ല, അവർ ക്വാളിറ്റീവ് അറ്റാക്ക് വ്യത്യസ്തമാണ്. ഇസ്രായേലിൻ്റെ പ്രിസിഷൻ അറ്റാക്സാണ്, ഇറാൻ്റേത് റാൻഡം അറ്റാക്സാണ്. പക്ഷേ രണ്ടു വശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് നിസ്സംശയം പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ലോകത്തിന് ആകാംക്ഷ. അതെ, UN പറഞ്ഞിരിക്കുകയാണ്, മതി ഇനിയിപ്പോൾ നിങ്ങൾ സമാധാനത്തിന്റെ പാതയിലേക്ക് ഒരു റിട്ടേൺ ബാക്ക് ടു പീസ് എന്നാണ് പറഞ്ഞത്. കലി അടങ്ങിയില്ലേ? ഇനിയിപ്പോൾ കലി അടങ്ങിയോ എന്നതാണ് ചോദ്യം. അന്റോണിയോ ഗുട്ടറസ് അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്നത് വലിയൊരു സംശയമാണ്. അതെ, ഗുട്ടറസ് ഇങ്ങനെ പ്രസ്താവന നടത്തിക്കൊണ്ടേയിരിക്കും. ഇസ്രായേൽ പോയി പണി നോക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇറാനും അത് ഗൗരവമായിട്ട് എടുക്കാൻ സാധ്യതയില്ല. യുണൈറ്റഡ് നേഷൻസ് പല്ലുകൊഴിഞ്ഞ സിംഹമാണ്. ഒരു കാലത്ത് റെലവൻ്റ് ആയിരുന്നു, കോൾഡ് വാർ കാലത്ത്. ഇപ്പോഴത് ഇറ്റ് ഇസ് എ പെയിൽ ഷാഡോ ഓഫ് ദിസ് ഇലസ്ട്രിയസ് പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവർ പറയേണ്ടതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് ആർക്ക് ഇടപെടാൻ കഴിയും? അതെ അതെ, ഇതിപ്പോൾ പുടിൻ പറഞ്ഞിട്ടുണ്ട്, മീഡിയേഷന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇറാന് സമ്മതമായിരിക്കാം, ഇസ്രയേലിന് സമ്മതമാവുമോ? അതെ. അപ്പോൾ ഇതിപ്പം പുടിന് സ്വന്തം പ്രശ്നം പരിഹരിക്കാനാവുന്നില്ല. ഉക്രൈനുമായുള്ള പ്രശ്നം പരിഹരിക്കാനാവാത്ത പുടിന് ഇവിടെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ പ്രശ്നം പരിഹരിക്കാനാകുമോ? അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ? കാരണം അത് പിന്നെ അമേരിക്കയുടെ മധ്യസ്ഥത അമേരിക്കയ്ക്ക് ഓഫർ ചെയ്യാമെന്നല്ലാതെ ഇറാൻ ഒരു കാലത്തും അത് അംഗീകരിക്കില്ല. അപ്പം അങ്ങനെയൊന്നും റഷ്യക്കോ ചൈനക്കോ അമേരിക്കയ്ക്കോ ഒന്നും തന്നെ മധ്യസ്ഥത വഹിക്കാനുള്ള സാഹചര്യമില്ല ഇപ്പോൾ. ഇപ്പം ജയശങ്കർ 2 കൂട്ടരുമായി സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടൊന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല. 2 കൂട്ടരുമായി സംസാരിച്ചിട്ടുണ്ട്. ജയശങ്കർ കരിയർ ഡിപ്ലോമാറ്റാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റായ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡാണ്. ഇന്ത്യയുടെ നിലപാടിനോട് ചേരുന്ന ഒരു പ്രൊഫഷണൽ സമീപനമാണ്. ഇതിപ്പം ഡി എസ്കലേഷൻ ഒറ്റ വാക്കിൽ ഒതുങ്ങുകയാണ്. ബട്ട് ഹൗ ക്യാൻ ഇന്ത്യ സജസ്റ്റ് ഹൗ ദ ഡി എസ്കലേഷൻ ടേക്ക് പ്ലേസ്? ഒരു ഫോർമുല വേണം. ഇസ്രായേൽ പിന്മാറണമെങ്കിൽ ദർ ഷുഡ് ബി സർട്ടൻ അഷ്വറൻസസ്, ചില ഉറപ്പുകൾ ആവശ്യമുണ്ട്. ഇറാൻ ആ ഉറപ്പുകൾ നൽകാനാവില്ല. ഇനി മറിച്ച് വെച്ചത്, ഇറാൻ പിന്മാറണമെങ്കിൽ, ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറണമെങ്കിൽ ഇറാൻ്റെ സുരക്ഷ ആര് നോക്കും? കാര്യം പറയുമ്പോൾ ആരുമില്ല അവസാനം. അതുകൊണ്ട് 2 രാജ്യങ്ങളും അടിച്ചു തീരട്ടെ എന്ന നിലപാടിലേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ. പക്ഷേ അവർ വാഗ്ധോരണിക്കൊട്ടും കുറവില്ല. അറബ് രാജ്യങ്ങൾ അപലപിക്കുന്നു, ഇസ്രയേലിൻ്റെ കടന്നുകയറ്റത്തെ അപലപിക്കുന്നു. ചിരിച്ചുകൊണ്ടാണ് ഈ അപലപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൊള്ളുന്നെങ്കിൽ ഇറാൻ ഇച്ചിരി കൊള്ളട്ടെ. അറബ് രാജ്യങ്ങൾ അവരുടെ നിലപാട്. കാരണം ഇറാൻ അറബ് രാജ്യമല്ലല്ലോ. പലരും വിചാരിക്കുന്നു ഇറാൻ അറബ് രാജ്യമാണ്. അല്ല, പാകിസ്ഥാനെ പോലെ അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു നോൺ അറബ് ബട്ട് മുസ്ലിം കൺട്രിയാണ് ഇറാൻ. ഷിയ മെജോറിറ്റിയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഇവരോട് അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. ഷിയ സുന്നി വ്യത്യാസം മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അറബി ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ കഴിയും. അറബി ദേശീയത ചില സമയത്ത് ഈജിപ്തും പിന്നെ സിറിയയും ഒരു യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്ന രൂപത്തിൽ ഒരിക്കൽ വന്നതാണ്. വളരെ താമസം ഇല്ലാതെ തന്നെ അവരടിച്ചു പിരിഞ്ഞു. അതുകൊണ്ട് ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങില്ല. ഓരോ സമയത്ത് ഓരോ നേതാക്കന്മാർ വരും. സദ്ദാം ഹുസൈൻ 70-കൾ 80-കൾ 90-കൾ ഭയങ്കര ഒരു നേതാവായി വന്നു. അറബി ലോകത്തിൻ്റെ വലിയ പ്രതീക്ഷയായ സദ്ദാം ഹുസൈൻ വരുന്നു. സദ്ദാം ഹുസൈൻ്റെ കാലത്തിന് ശേഷം കേണൽ ഗദ്ദാഫി അമേരിക്ക വിരുദ്ധതയുടെ അച്ചുതണ്ടായി മാറി. പക്ഷെ ഒരിക്കലും അവരവരുടെ രാജ്യം
പിന്നെ അറബി ലോകത്തിൻ്റെ മൊത്തം നേതൃസ്ഥാനത്ത് എത്തിയെന്ന് പറയാനാവില്ല. അറബികൾക്ക് വ്യത്യസ്തമായ അജണ്ടകളാണ് ഓരോ രാജ്യത്തിനുമുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ എല്ലാവരും എപ്പോഴെല്ലാം ഒന്നിച്ചിട്ടുണ്ടോ അവസാനം യുദ്ധഭൂമിയിൽ അവർ ചിതറിപ്പോകുന്ന കാഴ്ച കണ്ടത്. അതുകൊണ്ടാണ് ചരിത്രപരമായി. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിനെതിരെ അങ്ങനെ ഒരു അറബ് ലോകത്ത് നിന്ന് ഒരു നീക്കവുമില്ല. എനിക്ക് തോന്നുന്നു അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എല്ലാവരും, നേരത്തെയൊക്കെ ചില രാജ്യങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നത് ബിസിനസ്, അതായത് വ്യാവസായികമായും വളരെ ശക്തമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഫോസിൽ ഇന്ധനം കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ബിസിനസ് ഇടനിലം ഒരുക്കിക്കൊണ്ട്, ബിസിനസ്സിനുള്ള സ്ഥലം ഒരുക്കിക്കൊണ്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാം തന്നെ. അതുകൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെ മാറിയത്. ഹൈഡ്രോ കാർബൺ ഇല്ലാഞ്ഞിട്ടല്ല, വലിയ ഹൈഡ്രോ കാർബൺ നിക്ഷേപമുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്ന് ഓർക്കണം. പക്ഷേ ആധുനിക സിറ്റികൾ അവരുണ്ടാക്കുന്നു, ടൂറിസം വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ വലിയ രീതി ഫുട്ബോൾ ലീഗ്, എന്തിന് ഫുട്ബോൾ, സൗദി അറേബ്യയിലെ ഫുട്ബോൾ ലീഗുകൾ എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ പാശ്ചാത്യ മോഡലിലേക്കുള്ള വികസനവും മാതൃകകളും എത്തിക്കുന്ന ഒരു തിരക്കിലാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വളരെ അരിസ്റ്റോക്രാറ്റിക്കായ അറബ് രാജ്യങ്ങൾ. അപ്പോൾ അവർ ദേ ആർ വില്ലിംഗ് ടു ചേഞ്ച്. അത് ആ ചേഞ്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ കൊണ്ടുവന്നത് വളരെ വളരെ റിസ്ക് അല്ലെങ്കിൽ വളരെ ശക്തമായ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് വിജയിപ്പിച്ചെടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ളൊരു പരിഷ്കരണം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇത്തരത്തിൽ വ്യാവസായികമായി മുന്നേറുവാൻ, ടൂറിസം കേന്ദ്രങ്ങളായി മാറുവാൻ ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇറാൻ എന്നുള്ളൊരു രാജ്യം നിൽക്കുന്നത്. അത് എന്നും ഇവരുടെയൊക്കെ കണ്ണിലെ ഒരു കരട് തന്നെയായിരുന്നു. പലപ്പോഴും ഒരു 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 അഗ്രഷൻ പലരുമായിട്ടും ഒരു തർക്കത്തിലേക്കും ആക്രമണത്തിലേക്കും ഒക്കെ തന്നെ പോകുന്ന ഒരു ഭരണകൂടമാണ് അവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നത്, ഈ റവല്യൂഷന് ശേഷം ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇറാനെ ഒറ്റപ്പെടുത്തിയതും. ഇനിയിപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇത് തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രിസിഷൻ അറ്റാക്കിന് ഇവിടെ വലിയൊരു പ്രാധാന്യമുണ്ടെന്നാണ് തോന്നുന്നത്. കൃത്യതയിൽ അടിക്കുക, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാൻ്റെ ടോപ്പ് നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്കായിരിക്കും ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഒപ്പം തന്നെ അവരുടെ ആണവ പോർമുനകൾ അല്ലെങ്കിൽ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുക. ഈ രീതിയിലേക്ക് പ്രിസിഷൻ സ്ട്രൈക്ക് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ നഷ്ടം കൂടുതലും ഇറാന് തന്നെ ആയിരിക്കില്ലേ? ഇവിടെ പ്രിസിഷൻ സ്ട്രൈക്ക് തുടരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറെക്കാലമായി ഉണ്ട് പ്രിസിഷൻ സ്ട്രൈക്ക്. യുദ്ധരംഗത്തല്ലാതെയാണ് ഇറാൻ പലപ്പോഴും, ഇറാൻ്റെ പല നേതാക്കളും വധിക്കപ്പെട്ടത് യുദ്ധസമയത്തല്ല എന്ന് ഓർക്കണം. പൂർണ്ണ സമാധാന സമയത്താണ് വധിക്കപ്പെട്ടത്. 2000 2020 യുദ്ധമുണ്ടായിരുന്നില്ല. ഖാസിം സുലൈമാനി വധിക്കപ്പെടുന്നത് 2020 അപ്പം യുദ്ധമാണെങ്കിലും സമാധാനമാണെങ്കിലും ഈ അസാസിനേഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വലിയ ഒരു വിഷയമുണ്ട്. അതായത് there is an anti-American and anti-Jewish space in the Islamic world. അപ്പോൾ ആരാണ് ഇസ്ലാമിക ലോകത്തിന് ഒരു സിവിലൈസേഷണലായി, കൾച്ചറലായി നേതൃത്വം കൊടുക്കേണ്ടത്? അതൊരു മെൻ്റൽ സ്പേസാണ്, ഒരു ഫിസിക്കൽ സ്പേസ് അല്ലെന്ന് ഓർക്കണം. പക്ഷേ അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായി ഒന്നൊന്നായി സന്ധി ചെയ്തുകൊണ്ട്, ആദിപിതാവെന്ന് അവർ കരുതുന്ന അബ്രഹാമിൻ്റെ പേരിൽ സന്ധി ചെയ്തുകൊണ്ട് ഓരോരോ രാജ്യങ്ങൾ, അത് ട്രംപ് ഇടനില നിന്നുകൊണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെ ഇസ്രായേലുമായി സന്ധി ചെയ്യുന്ന ഘട്ടം വന്നപ്പോഴാണ് ഹമാസ് ആക്രമിച്ചത് എന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു പ്രക്രിയ തുടരാനാണ് സാധ്യത. അപ്പോൾ സന്ധി ചെയ്ത് അറബി ലോകം നോക്കൂ, അറബി ലോകത്ത് പലതും മൊണാർക്കീസാണ്. അവിടെ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ഏകാധിപത്യ ഭരണകൂടങ്ങളാണല്ലോ മൊണാർക്കി, അബ്സല്യൂട്ട് മൊണാർക്കീസ്. കുവൈറ്റ് ആണെങ്കിലും അതുപോലെ സൗദി അറേബ്യ ആണെങ്കിലും ഒക്കെ അബ്സല്യൂട്ട് മൊണാർക്കീസ് തന്നെയാണ്. പരിഷ്കരണമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും പാർലമെൻറ്റുണ്ട് എല്ലാം പറയുമ്പോഴും മന്ത്രിമാരൊക്കെ ആകുന്ന രാജകുടുംബാംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ മാറ്റങ്ങൾ വളരെ ഈ ബിസിനസ് താല്പര്യങ്ങൾക്കാണ് മുൻഗണന. അതേസമയം പൂർണ്ണ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന രാജ്യങ്ങൾ കുറവാണ്. തുർക്കി ഉൾപ്പെടെ രാജ്യങ്ങൾ ഈ നേതൃത്വത്തിൻ്റെ ഒരുതരം ഡിക്റ്റേറ്റർഷിപ്പ്, അവർ പറയുന്നത് ബെനവലൻറ്റ് ഡിക്റ്റേറ്റർഷിപ്പ്, പാകിസ്ഥാനെ പോലെയുള്ള അർദ്ധ ഡെമോക്രസി അല്ലെങ്കിൽ ഫ്രോഡുലൻ ഡെമോക്രസി അല്ലെങ്കിൽ ഗൈഡ് ഡെമോക്രസി എന്നൊക്കെ പറയാവുന്ന രാജ്യങ്ങൾ. ഇപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഇറാൻ ഉൾപ്പെടെ, ഇറാനും ജനാധിപത്യ രാജ്യമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മസൂദ് പെസഷ്കിയാൻ. എന്നൊരു മിതവാദിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പെസഷ്കിയാൻ മിതവാദിയാണ്, പക്ഷേ ടോപ്പ് ഗണ്ണാരാണ് ആയത്തുള്ള അലി ഖുമൈനി. ഇപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഖമേനിക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ വളരെ അഗ്രസീവായിട്ടുള്ള അപ്രോച്ചുകൾക്കെതിരെ ഇറാനുള്ളിൽ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട്. അതിനെ ഒന്ന് ആളിക്കത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇറാനിലെ ജനത അവിടുത്തെ സംഹാര താണ്ഡവമാടുന്ന ഭരണ നേതൃത്വത്തിനെതിരെ തിരിയണം എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളിലെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിലേക്കും ശ്രമം നടത്തുന്നുണ്ട് എന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.
എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് ഒരു റവല്യൂഷൻ, ഇസ്ലാമിക് റവല്യൂഷനിലൂടെയാണ് അവിടുത്തെ ഭരണകൂടത്തെ മറിച്ചിട്ടുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇനിയൊരു ഒരു 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 റവല്യൂഷൻ സമാനമായിട്ടുള്ള നീക്കത്തിനുള്ള സാധ്യത അവിടെ കാണുന്നില്ലേ? അതായത് ഒരു കൗണ്ടർ റെവല്യൂഷനുള്ള പോസിബിലിറ്റി, അതെ, ഇത് തിയററ്റിക്കലി അങ്ങനെ കരുതാം. പക്ഷേ പ്രാക്ടിക്കലി ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ഒരു ചിന്താഗതി ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ്. അത് ഇറാൻ്റെ ദേശീയ താല്പര്യം അതാണ് എന്ന രീതിയിൽ മനസ്സുകളെ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു യാഥാസ്ഥിക നേതൃത്വം ഒരിക്കലും അവരുടെ ഗ്രിപ്പ് അയാൻ അതൊരു വലിയ നെറ്റ്വർക്ക് ഓഫ് ഇതാണ്. അത് ഈ എല്ലാ സൈന്യത്തിലും സിവിൽ സർവീസിലും പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും ഇതെല്ലാം തന്നെ തലപ്പത്ത് വരുന്നവരെ ആത്യന്തികമായി അയത്തുള്ള, കാരണം മത അധ്യക്ഷൻ കൂടിയാണല്ലോ, രാജ്യത്തിൻ്റെ യഥാർത്ഥ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മസൂദ് പെസഷ്കിയാൻ എന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അല്ല, അത് അയത്തുള്ള അലി ഖൊമൈനിയാണ്. അപ്പം അയത്തുള്ള അലി ഖൊമൈനി ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ തലപ്പത്താണ്. അത് ഒരു റിലിജിയോ പൊളിറ്റിക്കൽ കൾച്ചറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ അപ്രൂട്ട് ചെയ്യാൻ പ്രസിഡൻറ്റിനെ മാറ്റിയതുകൊണ്ടാവുന്നില്ല, ഒരു തിരഞ്ഞെടുപ്പ് മാറി മറ്റൊരു തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാകുന്നില്ല. ഷാ പഹലവി രണ്ടാമൻ നേതൃത്വം നൽകിയിരുന്ന 1979 വരെയുള്ള ഒരു സാഹചര്യം, അവിടെ ടെഹ്റാൻ്റെ തെരുവുകൾ പാരീസിനേക്കാളും ഫാഷനബിൾ ആയിരുന്നു. അവിടെ മതമൗലികവാദമൊന്നും ഇല്ലായിരുന്നു. അവിടെ ആധുനിക വസ്ത്രധാരണം, ആധുനിക ആഹാര രീതികൾ, കംപ്ലീറ്റ്ലി ഗ്ലോബലൈസ് സിസ്റ്റം. അവിടെ പോവർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, അസംതൃപ്തി ഉണ്ടായിരുന്നു. റിലീജിയസ് ക്ലറിക്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതാണ് അവസാനം പ്രക്ഷോഭത്തിലേക്കും ആൻറ്റി അമേരിക്കൻ സെൻറ്റിമെൻറ്റിലേക്കും വിപ്ലവത്തിലേക്കും ഒക്കെ കലാശിച്ചതും ഭരണഘടന തന്നെ മാറ്റി എഴുതപ്പെട്ടു. പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ മാത്രം വിചാരിച്ചാൽ പോരാ. ഇറാനുള്ളിൽ പുകയുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. മാഷ അമിനിയുടെ കാര്യം, ഒരു ഹിജാബ് ധരിക്കുന്ന അല്ലെങ്കിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കൊല ചെയ്യപ്പെട്ട ഒരാൾ എന്ന നിലയിൽ അതുപോലെ ഒരുപാട് മാഷ അമിനിമാരവിടെ ഉണ്ട്. പക്ഷേ അവരുടെ സ്വരങ്ങൾ പൊതുരംഗത്ത് ഉയർന്നു കേൾക്കുന്നില്ല, മാധ്യമങ്ങളിലൂടെ അത് പൂർണ്ണമായും വെളിയിൽ വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം വെസ്റ്റേൺ പ്രോപ്പഗാൻഡയാണ്, ഇസ്രയേലി പ്രോപ്പഗാൻഡയാണ്. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെല്ലാം തന്നെ പാശ്ചാത്യ പ്രചരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അതിനെ തള്ളിക്കളയുന്നു. കുറേയൊക്കെ ശരിയുമാണ്. ഇറാൻ്റെ ഭാഗത്തും അവർക്ക് നിലനിൽക്കാൻ അവകാശമുണ്ടല്ലോ. ആ രാജ്യത്തിന് എന്താണ് വേണ്ടതെന്ന് അവിടുത്തെ ജനതയാണ് തീരുമാനിക്കേണ്ടത്. ആ ജനതയുടെ മൊത്തം മനോഭാവം മാറ്റിയെടുക്കുക എന്നത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. അതിലേക്കാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഐ എം ടോക്കിംഗ് ടു ദ പീപ്പിൾ ഓഫ് ഇറാൻ, ചേഞ്ച് യുവർ ഗവൺമെൻറ്, നിങ്ങൾ ഗവൺമെൻറ്റിനെ മാറ്റും, എല്ലാ പ്രശ്നവും തീരും. ശരിയാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ, ആ സംവിധാനം മാറ്റിക്കഴിഞ്ഞാൽ ഇറാൻ അല്ല, ഇറാൻ ഒരു പുതിയ രാജ്യമാണ്. ആ രീതിയിൽ എന്താണ് ഇറാനിൽ നിന്നും ഉദ്ദേശിക്കുന്നത്, ആ ഒരു ജനസായിരിക്കില്ല ഇറാൻ എന്നതാണ്. അപ്പോൾ അവിടെ ഇത് പറയാമെന്നല്ലാതെ അക്കാഡമിക് ഡിബേറ്റിന് ഇത് കൊള്ളാം, പക്ഷേ പ്രാക്ടിക്കലി അത് സാധ്യമാകുന്ന കാര്യമാണോ എന്ന് സംശയമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ ഇത് ഏത് തരത്തിൽ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ഇപ്പോൾ ഈ യുക്രൈൻ റഷ്യ യുദ്ധം പോലെ അങ്ങനെ ഇഴഞ്ഞു നീങ്ങുമെന്ന് തോന്നുന്നില്ല. പ്രഹരം ശക്തമായിരിക്കും. കാരണം ഒരു വശത്തുള്ളത് ഇസ്രായേലാണ്, മറുവശത്ത് ഇറാനും ആണ്. രണ്ട് കൂട്ടരും ശക്തമായി അടിക്കാൻ പ്രഹരശേഷിയുണ്ട്. അത് എങ്ങനെ പ്രയോഗിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതിൻ്റെ ഒരു പര്യവസായി എന്തായിരിക്കുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ശക്തമായി അടിച്ചങ്ങടങ്ങുമോ അതോ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് പോകുമോ? കാരണം നീണ്ടു നിൽക്കുന്ന പോരാട്ടം ആരും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടെ ഒരു പൂർണ്ണ വിജയി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അതിന് കൃത്യമായ കാരണം പറയാം. ഈ വളരെ ചെറിയൊരു മിലിഷ്യ മാത്രമാണ് ഹമാസ്. വളരെ ചെറിയൊരു 365 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായി അമർച്ച ചെയ്യാൻ കരയുദ്ധത്തിലൂടെ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. എത്രയെല്ലാം സൈനിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ മൊസാദ്, എത്ര വലിയ ആഴത്തിലുള്ള ഗവേഷണം നടത്തിയാലും ശരി, പൂർണ്ണമായി ആ ത്രെട്ട്, ഹമാസിൻ്റെ ത്രെട്ട് അവസാനിപ്പിക്കാനോ ഗാസ പൂർണ്ണമായി ഏറ്റെടുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇത്രയധികം വലിപ്പമുള്ള ഇറാൻ എന്ന രാജ്യത്തെ ഒരു സൈനിക നടപടിയിലൂടെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നത് അസാധ്യമാണ്. തിരിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ കീഴ്പ്പെടുത്താനാവില്ല. കാരണം മൂന്ന് സൈനിക വിഭാഗങ്ങളില്ലേ. ഒന്ന് വ്യോമസേന അല്ലെങ്കിൽ ഏറിയൽ ഒരു ബാറ്റിൽ, രണ്ട് കരസേന. അപ്പോൾ ഏറിയൽ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതനുസരിച്ച് കരസേന കയറി മാത്രമേ പ്രദേശം പിടിച്ചെടുക്കാൻ നോക്കൂ. അങ്ങനെ മാത്രം ഉക്രൈനിൽ പോലും ഉക്രൈൻ അയൽ രാജ്യങ്ങളാണ്. അപ്പോഴും ഏറിയൽ ബാറ്റിലാണ് നടക്കുന്നത്. കരസേന ഇഞ്ചിഞ്ചായിട്ടാണ് മുന്നേറുന്നത്.
ഉക്രൈൻ്റെ 20% പ്രദേശം റഷ്യ കീഴടക്കി. ഡൊണസ്ക് ലുഹാൻസ് മേഖലയിലെ ഒരു 20%-ഓളം മേഖല, അല്ലെങ്കിൽ ഉക്രൈൻ്റെ മൊത്തം ഭൂമിയുടെ 20%, ക്രൈമിയയും കൂടി ചേരുമ്പോൾ ഒരുപക്ഷെ 28-30% വരും. അത് കരയുദ്ധത്തിലൂടെയാണ്, അത് അയൽ രാജ്യമായതുകൊണ്ട് മാത്രമാണ്, അത് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ സാധിക്കില്ല. ഇറാനും ഇസ്രായേലിനും അതിർത്തി ഇല്ല എന്നോർക്കണം. കപ്പൽ വ്യൂഹം, ഇസ്രായേലിൻ്റെ കപ്പൽ വ്യൂഹത്തിന് ഇറാൻ്റെ കപ്പൽ വ്യൂഹത്തിന് ഇസ്രായേലിൻ്റേതിനേക്കാൾ വലിയ എണ്ണമുണ്ട്. പ്രഹരശേഷിയെ കൂടെ അറിയില്ല. കാരണം 2 കടലുകളിൽ അവർക്ക് നിയന്ത്രണം ഉണ്ടാകും. ഒന്ന് ഈ ഒമാൻ ഉൾക്കടൽ, 2 അതായത് പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടലിടുക്ക് കടന്നു വരുന്ന പേർഷ്യൻ ഗൾഫ് മേഖല. അവിടുത്തെ എണ്ണ നീക്കം നിയന്ത്രിക്കാൻ ഇറാൻ്റെ നെയ്വൽ വെസൽസിന് കഴിയും. പെട്രോൾ ബോട്ടുകൾ, കപ്പലുകൾ, ചെറുകപ്പലുകൾ, വെസൽസ്. അതേപോലെ തന്നെ ഹൂതികളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിലൂടെയുള്ള ഗതാഗതം തടയാൻ കഴിയും. പക്ഷേ ഇസ്രയേലിൻ്റെ സൈനിക നാവിക സാന്നിധ്യം മെഡിറ്ററേനിയൻ കടലിൽ മാത്രമാണെന്ന് ഓർക്കണം. അതെ, റെഡ് സീയിലേക്ക് കാര്യമായി ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശിക്കാനാവില്ല. ഉണ്ട്, ഇല്ലെന്നല്ല, അവർക്കൊരു റെഡ് സീ പോർട്ടുണ്ട്, ഒരു ചെറിയൊരു പോർട്ട് ഉണ്ട് തെക്ക് ഭാഗത്ത്. പക്ഷേ അതത്ര ആക്റ്റീവ് അല്ല, അത് വൾണറബിളാണ്. അപ്പോൾ അവിടെ നാവിക യുദ്ധവും ഇവിടെ പരിഗണനാ വിഷയമല്ല. 2 രാജ്യങ്ങൾക്കും ഈ ബാറ്റിൽ ഷിപ്സ് ഉണ്ടെങ്കിൽ പോലും വിമാനവാഹിനി കപ്പലുകൾ ഇല്ല. അന്തർവാഹിനികളുണ്ട്, അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അന്തർവാഹിനിയിൽ നിന്ന് തൊടുത്തു വിടാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്, ആണോ മിസൈലുകൾ ഉൾപ്പെടെ. പക്ഷേ ഇസ്രായേൽ അത് കണ്ടേക്കാം. പക്ഷേ അത് ഇറാനെതിരെ ഉപയോഗിക്കാൻ തക്ക ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനിലല്ല ഇറാൻ നിൽക്കുന്നത് എന്ന് കൂടി ഓർക്കണം. അപ്പോൾ അവിടെ ആകെ ഉള്ളത് ഏറിയൽ സൂപ്രമസിയാണ്. അവിടെ ഇസ്രയേലിൻ്റെ എയർക്രാഫ്റ്റുകൾ അത്യന്താധുനികമാണ്. അവർക്ക് പല സോർട്ടീസ് നടത്തി വിജയകരമായി തിരിച്ചു വരാനൊക്കും. ഇറാൻ പറയുന്നത് 2 എയർക്രാഫ്റ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് കഴിഞ്ഞ രാത്രിയിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത്. സ്ഥിരീകരണമില്ല, പക്ഷേ ഇത് ക്ലെയിമാണ്. അപ്പം ഇസ്രയേലിന് കാര്യമായ വ്യോമ നഷ്ടമില്ല. 2 പോയി എങ്കിലും 200 വിമാനങ്ങൾ പറക്കുമ്പോൾ 2 പോകുന്നത് ലോ ഓഫ് ആവറേജസിൽ വരുന്നതാണ്. പക്ഷേ തിരിച്ച് ഇറാൻ്റെ വിമാനങ്ങൾക്ക് ഇസ്രയേലിൻ്റെ വ്യോമാതിർത്തി കടക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. കാരണം അത്രയ്ക്ക് അതിശക്തമാണ് ഏറിയൽ പ്രതിരോധ സംവിധാനം ഇസ്രയേലിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് വ്യോമ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും എന്നല്ലാതെ കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കാനാവില്ല, കടൽ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. അതുകൊണ്ട് മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കളിക്കാമെന്നല്ലാതെ എന്താണ് സംഭവിക്കുക? ആണവ യുദ്ധത്തിലേക്കൊന്നും കലാശിക്കാതിരിക്കട്ടെ, ഇത് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എപ്പോൾ അവസാനിക്കും എന്ന്. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏരിയൽ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സുപ്രമസി അല്ലെങ്കിൽ നേരിയ ലീഡ് ഉള്ളത് ഇസ്രായേലിന് തന്നെയാണ്. അവരുടെ യുദ്ധവിമാനങ്ങൾ ആധുനികമാണ്. ആ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനുള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുവാനും സാധിച്ചിട്ടുണ്ട്. അതും കൃത്യതയോടുകൂടി ആക്രമിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി മർമ്മപ്രധാന സ്ഥാനത്ത് ഇരിക്കുന്ന നേതാക്കളെ വകവരുത്തുവാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ പല കോണുകളിൽ നിന്നും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആശങ്കയോടെയാണ് ഗൾഫ് മേഖല ഇത് കാത്തിരിക്കുന്നത്. കാരണം നമ്മുടെ മലയാളികൾ ഒട്ടേറെ ജോലി ചെയ്ത് ജീവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അതിനടുത്താണ് ഇത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് മറ്റൊരു ഡയറക്ഷനിലോട്ടാണ് എന്ന് മാത്രം. ഇത് വ്യാപിക്കില്ല, കൂടുതൽ ദുർഘടമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചു. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.